ആശുപത്രിയിൽ കെട്ടിടഭാഗം തകർന്നു വീണ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വളപ്പിലും പരിസരത്തും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഡിക്കൽ കോളേജ് സന്ദർശിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടഭാഗം തകർന്നു വീണ് തലയോലപ്പറമ്പ് സ്വദേശിനി മരിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. തലയോലപ്പറമ്പ് സ്വദേശിനിയായ ബിന്ദുവിന്റെ മരണം രക്ഷാപ്രവർത്തനം വൈകിയത് മൂലമാണെന്ന് ആരോപിച്ച UDF സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടു. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള വ്യാജ പ്രചരണം. അതിന്റെ അവസാനം ഒരു സാധു സ്ത്രീ മരിക്കാനിടയായത് 2 മണിക്കൂറാണ് വൈകിച്ചത്. എന്ത് കാരണത്താല് വിശദീകരിക്കണം. കോട്ടയം MP ഫ്രാൻസിസ് ജോർജും ജില്ലയിലെ UDF MLA-മാരും മറ്റ് നേതാക്കളും അപകട സ്ഥലം സന്ദർശിച്ചു. അതേസമയം രക്ഷാപ്രവർത്തനം ഒട്ടും വൈകിയിട്ടില്ലെന്നും സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയതായും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മെഷീൻ കൊണ്ടുവരുന്നതിന് തന്നെ എന്താണ് അതിന്റെ കാരണം? അത് ആരെങ്കിലും അതിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റുക മാത്രമാണെങ്കിൽ അത് പിന്നീട് ചെയ്യാവുന്ന ഒരു കാര്യമാണല്ലോ. ഇതിനിടെ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തി. സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 5 മണിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഡിക്കൽ കോളേജ് സന്ദർശിച്ചു. അപകടത്തിന്റെ വിശദാംശങ്ങൾ തേടിയ മുഖ്യമന്ത്രി ജില്ലാ കളക്ടർക്ക് അന്വേഷണം സംബന്ധിച്ച നിർദ്ദേശങ്ങളും നൽകി. മെഡിക്കൽ കോളേജിൽ നിന്നും മടങ്ങിയ മുഖ്യമന്ത്രിയെ മെഡിക്കൽ കോളേജ് വളപ്പിന് വെളിയിൽ കാത്തുനിന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. അതേസമയം അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ തലയോലപ്പറമ്പിലെ വീട്ടുവളപ്പിൽ നടക്കും. വരും ദിവസങ്ങളിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ വിവിധ സംഘടനകളുടെ ഭാഗത്തുനിന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ. അമൃത ന്യൂസ്, കോട്ടയം.